Hello everyone, welcome again. My name is Nishad and I'm from English Wow. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ഹാസ് ബീൻ ഹാവ് ബീൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഹാസ് ബീനും ഒന്ന് ഹാവ് ബീനും. രണ്ടും ഒരേ മീനിങ് ആണ് കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഡിഫറൻസ്? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഡിഫറൻസ് ഇവിടെ കാണാം. ഹാസ് ബീൻ എന്നുള്ളത് സിംഗുലർ ആണ്. എന്താണ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ വൺ പേഴ്സൺ, വൺ തിങ്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം, അതായത് സിംഗുലർ എന്ന് നമ്മൾ പറയും. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഷീ ഹാസ് ബീൻ ബിസി. ഷീ ഹാവ് ബീൻ ബിസി എന്ന് പറയില്ല, കാരണം ഷീ എന്നുള്ളത് ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് ബീൻ ബിസി, അവൾ ബിസിയാണ്. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ ടയേർഡ്, അവൻ ടയേർഡാണ്. അടുത്തത് നിങ്ങൾ നോക്കൂ, ദ ബേബി ഹാസ് ബീൻ സ്ലീപ്പിംഗ്. കുട്ടി എന്താണ്? കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി കുറച്ച് മുമ്പ് ഉറങ്ങാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും ഉറങ്ങുകയാണ്. ഇവിടെ ഒരു ആക്ഷനും കൂടി വരുന്നുണ്ട് അല്ലേ, ഹാസ് ബീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ING ഫോമും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഹാസ് ബീൻ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ, എന്താണ് സിംഗുലർ സബ്ജക്റ്റ്? ഇതാ ഹി, ഷീ, ഇറ്റ്, വൺ പേഴ്സൺ, വൺ തിങ്. ഒരാൾ, ഒരു കാര്യം, അല്ലെങ്കിൽ അവൻ, അവൾ, ഒരാളുടെ പേര് പറയുന്നത്, ഇതൊക്കെ ഹാസ് ബീൻ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ യൂസേജ്. ഇനി നമുക്ക് നോക്കൂ, ഹാവ് ബീനിലേക്ക് വരുന്ന സമയത്ത് ഇതാ പ്ലൂരലാണ്. ഹാവ് ബീൻ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെയോ അല്ലെങ്കിൽ ഐ, യു, ഐൻ്റെ കൂടെയോ യുവിൻ്റെ കൂടെയോ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. ഒരേ മീനിങ് ആണ് കേട്ടോ. അത് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് ഐ, യു, വി, ദേ, അല്ലെങ്കിൽ മോർ ദാൻ വൺ പേഴ്സൺ, ഒന്നിൽ കൂടുതൽ ആളുകളെ കൂടെയാണ് നമ്മൾ എപ്പോഴും ഹാവ് ബീൻ ഉപയോഗിക്കുക. നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് കാണുക. ഇനി നിങ്ങൾ നോക്കൂ, ഐ ഹാവ് ബീൻ ബിസി. ഞാൻ ബിസിയാണ്, അതായത് കുറച്ച് മുൻപേ മുതൽ ഇപ്പോഴും ഒക്കെ ബിസിയാണ്. മനസ്സിലായില്ലേ? ഒരു പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ദേ ഹാവ് ബീൻ ഹാപ്പി, അവർ ഹാപ്പിയാണ്, അവർ ഹാപ്പി ആയിട്ടുണ്ട്. വി ഹാവ് ബീൻ വെയിറ്റിംഗ്, ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്, ഞങ്ങൾ കുറച്ച് മുൻപ് കാത്തു നിൽക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും ആ ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തത് എന്താണ്? ഹാസ് ബീൻ എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടെയും, ഹാസ് ബീൻ എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടെയും, അതുപോലെ തന്നെ ഹാവ് ബീൻ എന്നുള്ളത് പ്ലൂരലിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയയിലേക്ക് പോവുകയാണ്. എന്താണ് ഐഡിയ? ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നുള്ളത് മുൻപേ തുടങ്ങിയ ഒരു കാര്യം, അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ, പിന്നെ ഒരു ING ഫോം വെച്ചിട്ടാണ് പറയാം. എക്സാമ്പിൾ പറയാം. ഇതാ, ഇത് നിങ്ങൾ നോക്കുക, അവിടെ ഒരു വേർബിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഒരു ING ഫോം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കൂ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പഠിക്കാൻ തുടങ്ങിയതാണ്? മുമ്പ് പഠിക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൾ ഡേ, അവൾ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേ ഹാവ് ബീൻ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ING ഫോം ഓഫ് ദ വേർബ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്? മുമ്പ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പോക്കൺ സ്റ്റൈലൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാം, ഹാവ് ബീൻ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയാം. അതുപോലെ ഷീ ഹാസ് ബീൻ വർക്കിംഗ്, അവൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ, മുമ്പ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ING ആണ് വെക്കുക. ഇനി കുറച്ച് പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടു ടോക്ക് അബൌട്ട് ഡ്യൂറേഷൻ. എപ്പോഴും നിങ്ങൾ ഈ ഹാസ് ബീൻ, ഹാവ് ബീൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു സംഗതിയാണ് സിൻസ് ആൻഡ് ഫോർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാൻ 2 മണിക്കൂർ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കണം, 2 മണിക്കൂർ, ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 മണിക്കൂർ നേരമായി. ഇപ്പോൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours, 2 മണിക്കൂർ നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ്, ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയൊരു കാര്യമാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്? ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ കൊണ്ട് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ഒരു കാര്യമാണ്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years, 5 വർഷമായിട്ട് ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു കാര്യം കുറച്ച് മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളുണ്ട്, ഒന്ന് സിൻസ് ആൻഡ് ഫോർ. സിൻസ് എന്നുള്ളത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നറിയോ? സിൻസ് എന്നുള്ളത് നമ്മൾ
ഒരു സ്റ്റാർട്ടിങ്ങിലായിരിക്കും കൊടുക്കുക. ഒരു സമയം, ഇന്ന സമയത്തിൻ്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോഴാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ടൈമാണ് എപ്പോഴും സിൻസ്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഡ്യൂറേഷൻ, ഒരു എമൗണ്ട് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. അതുപോലെ തന്നെ എന്താണ്, വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years. അതൊരു എമൗണ്ട് ഓഫ് ടൈമാണ്. ഇവിടെ കണ്ടു സിൻസ് മോർണിംഗ്, ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താണെന്നുള്ളത് നോക്കാം. നമ്മളൊരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കും? സിൻസും ഫോർ ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇതാ ടു ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ, എന്താണ്, ഒരു അവസ്ഥയാണത്. അവിടെ നമ്മളൊരു ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടോ, ഷീ ഹാസ് ബീൻ സിക്ക്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അവൾക്ക് അസുഖമാണ്. ഷീ ഹാസ് ബീൻ സിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അവൾക്ക് അസുഖമാണ്. കുറച്ച് മുമ്പ് മുതൽ ഇപ്പോൾ വരെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഐ ഹാവ് ബീൻ ബിസി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബിസിയാണ്. പിന്നെ ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്, അവർ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സാണ്. മുമ്പേയും ഫ്രണ്ട്സാണ്, ഇപ്പോഴും അവർ ഫ്രണ്ട്സാണ്. ഇതൊക്കെ ഇപ്പോഴും ഉള്ളൊരവസ്ഥയാണ് കേട്ടോ, ഇത് അവസാനിച്ചിട്ടില്ല. ഈ ഒരു സംഗതി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഷീ ഹാസ് ബീൻ സിക്ക്, ഐ ഹാവ് ബീൻ ബിസി, ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്. ഇനി എന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്? ടു ടോക്ക് അബൌട്ട് എക്സ്പീരിയൻസ് ഓൾറെഡി ഹാപ്പൻഡ്. നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയാനും നമ്മൾ ഹാസ് ബീനും ഹാവ് ബീൻ ഉപയോഗിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ കേട്ടോ, ഐ ഹാവ് ബീൻ ടു കൊച്ചി. എന്താണ് പറഞ്ഞാൽ, ഞാൻ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് കൊച്ചി പോയിട്ടുള്ള, അവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയാനും ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിക്കുമ്പോൾ ഐ ഹാവ് ബീൻ ടു മുംബൈ, ഐ ഹാവ് ബീൻ ടു കൊച്ചി, ഐ ഹാവ് ബീൻ ടു സെവറൽ പ്ലേസസ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയാനും നമ്മൾ എന്ത് ഹാസ് ബീനും ഹാവ് ബീൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഷീ ഹാസ് ബീൻ ടു ഡൽഹി, അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ദേ ഹാവ് ബീൻ ടു മെനി കൺട്രീസ്, അവർ അനേകം രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. ഇനി അടുത്തൊരു കാര്യം നോക്കൂ, ടു കംപ്ലെയിൻ ഓർ എക്സ്പ്ലെയിൻ റീസെൻ്റ് ആക്ഷൻ. ഇത് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ, നിങ്ങൾ ഒരാളോട് പറയാണ് യു ഹാവ് ബീൻ ഇഗ്നോറിങ് മീ, നീ എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ബീൻ ഇഗ്നോറിങ് മീ, സ്ട്രക്ചർ സെയിം ആണ്, നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് ING ആണ് അല്ലേ. യു ഹാവ് ബീൻ ഇഗ്നോറിങ് മീ. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ ടോക്കിംഗ് ടു മച്ച്, അവൻ ഒരുപാട് സംസാരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ടോക്കിംഗ് ടു മച്ച്, ഇതൊരു റീസെൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ ഡേ, ദിവസം മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹാസ് ബീൻ ഹാവ് ബീൻ എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടെയും ഹാവ് ബീൻ എന്നുള്ളത് പ്ലൂരലിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് യൂസ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഒരു ട്രെയിനർക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.